ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യന്മാർ ആരായിരിക്കും എന്നറിയോ? അത് നാളെ മരണപ്പെടുമെന്ന് ഉറപ്പുള്ള മനുഷ്യരായിരിക്കും. അവന്റെ മുന്നിൽ തോക്കുമായിട്ട് നിൽക്കുന്ന ശത്രുവിനോട് പോലും അവന് സ്നേഹമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഗാസയിലെ മനുഷ്യന്മാരായിരിക്കും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇന്ന് ഈ 2025 ഒക്ടോബർ ആവുന്ന സമയത്ത് ഇസ്രായേലിന്റെ അധിനിവേശവും വംശഹത്യയൊക്കെ വീണ്ടും തുടങ്ങിയിട്ട് 2 വർഷമാവുകയാണ്. എത്ര നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരാണ്, കുഞ്ഞുങ്ങളാണ്, സ്ത്രീകളാണ് മരണപ്പെടുന്നത്. ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ ആഫ്രിക്കയുടെ പുറത്ത് ക്ഷാമപ്രദേശമായിട്ട് ഒരു സ്ഥലത്തെ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഒട്ടും ഭക്ഷണം ലഭിക്കാത്ത പ്രദേശമായിട്ട് ഗാസയെ കണക്കാക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് മരണം സംഭവിക്കുക? 100 കണക്കിന് രീതിയിലാണ് അവിടെ. ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണപ്പെടുന്നവർ, ഭക്ഷണം എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് താഴെ വന്ന് പതിച്ച് അവരുടെ മേലെ വീണ് മരണപ്പെടുന്ന ആളുകൾ, ഭക്ഷണത്തിനായിട്ട് തല്ലുകൂടിയിട്ട് മരിക്കുന്ന ആളുകൾ, പ്രസവിച്ച അമ്മമാർക്ക് മുലപ്പാലില്ല, കുട്ടികൾക്ക് സ്കൂളുകളില്ല. ഇങ്ങനെ ഈ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ക്രൂരത ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം ഇത് തന്നെയാണ്. എന്തിനീ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു എന്ന് ചോദിച്ചാൽ, എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചാൽ, ഇത് എവിടെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കോ അവിടെയൊക്കെ പറയുക, സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു പോരാട്ടം കൂടിയാണ്. ഗാസയ്ക്ക് വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹാഷ്ടാഗ് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വരി കുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ പോരാട്ടത്തിന്റെ ഭാഗമാണ്. വൺസ് അഗൈൻ, ലെറ്റ്സ് സ്റ്റാർട്ട് എ #campaign for Gaza. I strongly stand with Gaza.